നമുക്ക് അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് HWCയെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റിലേക്കാണ് ഇന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമുക്കൊരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഏത് അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ബേസിക് നമ്മളെ ചെക്ക് ലിസ്റ്റ് ആണ്. അപ്പൊ ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ കീ. അതിൽ എന്തൊക്കെ കുറവുണ്ടോ അതിനെയാണല്ലോ നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ഗ്യാപ്പ് നമ്മൾ കണ്ടുപിടിച്ച് അത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ സ്കോറിലേക്ക് പോകുന്നത്. അപ്പം 8 ഏരിയ ഓഫ് കൺസേൺസ് ആ ഉള്ളത്. 8 ഏരിയ ഓഫ് കൺസേൺസ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് A, B, C, D, E, F, G, H. അതിൽ A to F ആണ് നമ്മുടെ വർക്ക്. G എന്ന് പറയുന്നത് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റി അസസ് ചെയ്യുക. H എന്ന് പറയുന്നത് ഔട്ട്കം ആണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ഏരിയ ഓഫ് കൺസേൺ എ എന്ന് പറയുന്നത് നമ്മുടെ അവൈലബിലിറ്റി ഓഫ് സർവീസസ് ആണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. നമ്മുടെ എത്രത്തോളം നമ്മുടെ സർവീസ് അവൈലബിൾ ആയിട്ടുണ്ട്, അതായത് എന്തൊക്കെയാണ് HWCയിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഈ സെഷൻ എന്നുള്ള നിലക്ക് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ചെറിയൊരു ഓവർവ്യൂ ഞാൻ പറയാം. നമ്മൾ ഈ ചെക്ക് ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ റെക്കോർഡ് റിവ്യൂ, അതായത് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട രജിസ്റ്റേഴ്സ് ഉണ്ടാവും. സ്റ്റാഫ് ഇന്റർവ്യൂ, സ്റ്റാഫിനോടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്ലയന്റ് ഇന്റർവ്യൂ, അതായത് നമ്മുടെ ഗുണഭോക്താക്കളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ലഭിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ക്ലയന്റ് ഇന്റർവ്യൂ ഉണ്ടാവും. പിന്നെ അസസ്മെന്റ് പാർട്ടിൽ നമുക്ക് വരുന്ന ഒബ്സർവേഷൻ, എന്തൊക്കെ സൗകര്യങ്ങൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒബ്സർവേഷൻ, റെക്കോർഡ് റിവ്യൂ, സ്റ്റാഫ് ഇന്റർവ്യൂ, ക്ലയന്റ് ഇന്റർവ്യൂ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചെക്ക് ലിസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ ചെക്ക് ലിസ്റ്റിൽ നമ്മൾ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ ചെക്ക് ലിസ്റ്റ് മോഡിൽ നമ്മൾ പ്രസന്റേഷൻ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യമായിട്ട് ഏരിയ ഓഫ് കൺസേണിൽ നമുക്കറിയാം, HWC എന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ 2 സ്റ്റാൻഡേർഡ്സ് ആണ് ഏരിയ ഓഫ് കൺസേണിൽ വരുന്നത്. അതിലൊന്ന് അവിടെ ലഭ്യമാവുന്ന സമഗ്രമായ ആരോഗ്യ അതായത് പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ എന്തൊക്കെ, അതായത് ദ ഫെസിലിറ്റി പ്രൊവൈഡ്സ് കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ, അതാണ് A1 എന്ന സ്റ്റാൻഡേർഡിൽ വരുന്നത്. ഈ ചെക്ക് ലിസ്റ്റിലെ A2 സ്റ്റാൻഡേർഡിൽ അവിടെ ലഭ്യമാവുന്ന മരുന്നുകളുടെയും ടെസ്റ്റുകളുടെയും വിവരങ്ങൾ. ദ ഫെസിലിറ്റി പ്രൊവൈഡ്സ് ഡ്രഗ്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സർവീസസ് ആസ് മാൻഡേറ്റഡ്. അപ്പം നമ്മുടെ ഏരിയ ഓഫ് കൺസേൺ എയിൽ 2 സ്റ്റാൻഡേർഡ്സ് ആണ് വരുന്നത്. ഏരിയ ഓഫ് കൺസേൺ A1, ഏരിയ ഓഫ് കൺസേൺ A2 എന്നുള്ളത്. അതിൽ A1 എന്ന് പറയുന്നത് നമ്മൾ അവിടെ അവർക്ക് ലഭ്യമാകുന്ന വിവിധ ചികിത്സകൾ. A2 എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും ലഭ്യമാകുന്ന മരുന്നുകളും. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചിൽ സ്മാർട്ട് വേയിൽ ഇതിനെ നോക്കി കണ്ടാൽ നമുക്ക് എളുപ്പമായിരിക്കും. അതുപോലെ ഒരു ഓവർവ്യൂ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ HWC ചെക്ക് ലിസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ആദ്യമായിട്ട് ഏത് ഇതായാലും ഒരു ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡിസീസ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ സാധാരണയായി ചെയ്യുന്നത് റെലവെന്റ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യലായിരിക്കും. പിന്നെ ഡിസീസ് ഡിറ്റക്ട് ചെയ്താൽ നമ്മുടെ HWCയിലുള്ള സൗകര്യം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഫോളോ അപ്പ് ഉണ്ടാവും. അതുപോലെ നമുക്ക് ചികിത്സിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ റെഫർ ചെയ്യേണ്ട കേസുകൾ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് നമ്മൾ റെഫർ ചെയ്യും. റെഫർ ചെയ്താൽ പിന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. അപ്പം ഈ ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് ഇനി ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അതായത് ഏർലി ഡിറ്റക്ഷൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, റഫറൽ, ഫോളോ അപ്പ്. അപ്പൊ ഇതൊരു കോമൺ ഫ്രെയിം വർക്കാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഓരോ പ്രൈമറി അതായത് ഹെൽത്ത് കെയർ സർവീസസും ഈ ഒരു ഫ്രെയിം വർക്കിലാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് അറിയാം, HWCയിൽ 12ഓളം ഏരിയകളാണ് കവർ ചെയ്യപ്പെടുന്നത്. 12 ഏരിയകൾ എന്ന് പറയുന്ന സമയത്ത്
ഇതില് വരുന്നത് ആന്റിനേറ്റൽ കെയർ. ആന്റിനേറ്റൽ കെയർ അത് കഴിഞ്ഞ അടുത്തതായിട്ട് നമ്മൾ കാണാം കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസിനകത്ത് തന്നെ ലോക്കലി പ്രൊവലന്റ് ആയിട്ടുള്ള കേസുകളുടെ, അതായത് മൈനർ ഇൽനെസ്സിനെ പറ്റിയുള്ള ട്രീറ്റ്മെന്റ്, പിന്നെ നിയോനാറ്റൽ സർവീസ്, അഡോളസെന്റ് സർവീസ്, ഫാമിലി പ്ലാനിംഗ് സർവീസ്, സർവീസസ് അണ്ടർ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം. അതിൽ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം, അതുപോലെ എയ്ഡ്സ് പ്രോഗ്രാം, ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം, ഇത്രയും പ്രോഗ്രാമുകൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതുപോലെ അതിനുശേഷം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, കൗൺസിലിംഗ്, ഇത്രയും പാർട്ട്. അപ്പോൾ HWCയിൽ നമ്മളെ ഒരു മേജർ പോർഷൻ കൗൺസിലിങ്ങും കൂടെ ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് അണ്ടറിൽ വരുന്നത്. അതിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വരുന്നത് A1.1 വരുന്ന ഫെസിലിറ്റി പ്രൊവൈഡ്സ് കെയർ ഇൻ പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത് സർവീസസിനെ പറ്റി പറയാം. ഇത് നിങ്ങൾക്ക് ഓൾറെഡി ആന്റിനാറ്റൽ സർവീസുകൾ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നതാണ്. അപ്പൊ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ നമുക്ക് ഞാൻ നേരത്തെ സംസാരിച്ച പോലെ ഏർലി രജിസ്ട്രേഷൻ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? നമ്മൾ സാധാരണ പ്രഗ്നൻസി ടെസ്റ്റുകൾ നമ്മൾ പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉണ്ട്, HB ടെസ്റ്റ് ഉണ്ട്, HBsAg, VDRL, GCT, BTCT, HB, തൈറോയിഡ് ടെസ്റ്റ്. ഇത്രയും ടെസ്റ്റുകൾ നമ്മൾ ഇതിൻ്റെ അണ്ടറിൽ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ HIV ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റഫറൽ ലിങ്കേജ് നമുക്ക് വേണ്ടി വരും. അതായത് ഈ ടെസ്റ്റ് നമ്മൾ അവൈലബിൾ അല്ലാത്ത ടെസ്റ്റുകളാണെങ്കിൽ നമുക്ക് അത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഒരു റഫറൽ ലിങ്കേജ് കാണിക്കാം. അതുപോലെ ഓരോ ആന്റിനേറ്റൽ കെയറിന്റെ ടൈമിലും ആവശ്യമായ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കണം. ഈ ചെക്ക് പോയിന്റിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ റെക്കോർഡ് റിവ്യൂവിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. ഇത് സ്റ്റാഫ് ഇന്റർവ്യൂ ആൻഡ് റെക്കോർഡ് റിവ്യൂ രണ്ട് കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ സ്റ്റാഫ് ഇന്റർവ്യൂ സൈഡിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റും, പക്ഷെ റെക്കോർഡ് റിവ്യൂ സൈഡിൽ നമ്മളെ കയ്യിൽ നമ്മുടെ ANC രജിസ്ട്രേഷൻ, ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകളുടെ രേഖകൾ, അതുപോലെ നമ്മൾ അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുത്തതിന്റെ രേഖകൾ ഉണ്ടാവണം. അതുപോലെ ഹൈ റിസ്ക് സൈൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവണം. നമുക്ക് പൊതുവെ വരുന്ന ഹൈ റിസ്ക് സൈൻസ്, അതായത് നമ്മൾ റെഫർ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ അതിൽ നമ്മൾ ഹൈ റിസ്ക് ആന്റിപാർട്ടം ഹെമറേജ്, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, പ്രീ എക്ലാംസിയ, സിവിയർ അനീമിയ, IUGR, മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, ജസ്റ്റേഷണൽ ഡയബറ്റീസ്, ഹൈപ്പോതൈറോയിഡിസം, സിഫിലിസ്, ബാഡ് ഒബ്സ്റ്ററ്റിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് മിസ്കാരിയേജോ സ്റ്റിൽ ബർത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ്. അപ്പം ഈ ചെക്ക് പോയിന്റിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് റെഫർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. പൊതുവെ നമ്മൾ അസസ്മെന്റിന്റെ സമയത്ത് ഹൈ റിസ്ക് പ്രഗ്നൻസീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റണം, അതാണ് സ്റ്റാഫ് ഇന്റർവ്യൂ. പക്ഷെ റെക്കോർഡ് റിവ്യൂവിൽ ഇത്തരം എന്തെങ്കിലും കേസുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇഷ്ടംപോലെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് കേസുകൾ, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം നമ്മൾ ഫീൽഡിൽ നിന്ന് ഡിറ്റക്ട് ചെയ്ത് റെഫർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇതൊന്നും പ്രത്യേകം എടുത്തെഴുതി വെച്ചിട്ടുണ്ടാവില്ല. അതാണ് ഈ ചെക്ക് പോയിന്റിലെ റെക്കോർഡ് റിവ്യൂവിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് സ്റ്റാഫ് ഇന്റർവ്യൂ എന്നുള്ള നിലയ്ക്ക് ആൻസർ പറയാനും പറ്റണം. ഇതിൽ ഏതെങ്കിലും കേസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെഫറൽ, ഫസ്റ്റ് എയ്ഡ്, റെഫറൽ, ഫോളോ അപ്പ്, അത് മൂന്നും നമ്മുടെ റെക്കോർഡ് റിവ്യൂവിൽ കൃത്യമായിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് സ്ഥാപനത്തിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് അതിന്റെ ഫോൺ നമ്പർ വേണം, നമ്മൾ അവരെ ഫോൺ ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത രേഖയും നമ്മളെ കയ്യിലുണ്ടാവണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ചെക്ക് പോയിന്റിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റാഫ് ഇന്റർവ്യൂ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ റെക്കോർഡ് റിവ്യൂ വരുമ്പം ഫോൺ നമ്പർ
വരെ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പം നമ്മളത് ഫോളോ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് സംഭവിച്ചുള്ളത് അപ്പോൾ ഈ ഒരു നമ്മുടെ രജിസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര NC കേസ് ഉണ്ട്, അതിൽ നമ്മൾ ഡീൽ ചെയ്തത് എത്ര, നമ്മൾ റെഫർ ചെയ്തത് എത്ര, അതിന്റെ ഫോൺ നമ്പർ, അതിന്റെ ഫോളോ അപ്പ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. ഇനി A1.2 ആണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ആന്റിനാറ്റൽ കെയർ കഴിഞ്ഞാൽ ഫെസിലിറ്റി പ്രൊവൈഡ്സ് നിയോനാറ്റൽ ആൻഡ് ഇൻഫന്റ് ഹെൽത്ത് സർവീസ്. അതിൽ തന്നെ നമ്മുടെ ഏതൊക്കെ ഡിസീസസ് ആണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, പ്രൈമറി മാനേജ്മെന്റ്, പ്രോംപ്റ്റ് റെഫറൽ ഓഫ് സിക്ക് ന്യൂബോൺ ആൻഡ് ഇൻഫന്റ്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രത്യേക ഫ്രെയിംവർക്കിനകത്ത് നമ്മൾ ഇത് കണ്ടാൽ ഈ ചെക്ക് ലിസ്റ്റ് മുഴുവൻ ഈസിയാണ്. കാരണം ഏത് കേസ് ആകുമ്പോഴും അതിന്റെ ഐഡന്റിഫിക്കേഷൻ, നമ്മുടെ സ്ഥലത്തുള്ള പ്രൈമറി മാനേജ്മെന്റ്, നമുക്ക് ചികിത്സിക്കാൻ പറ്റാത്തതിന്റെ പ്രോംപ്റ്റ് റെഫറൽ, അതിന്റെ ഫോളോ അപ്പ്, ആ രീതിയിലാണ് പോകുന്നത്. ഈ ചെക്ക് പോയിന്റിൽ നമ്മൾ സ്റ്റാഫ് ഇന്റർവ്യൂവിൽ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കേസുകൾ ഏതൊക്കെ. അപ്പൊ നമ്മുടെ റെക്കോർഡ് റിവ്യൂവിൽ ഇത്തരം കേസുകൾ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം രേഖപ്പെടുത്തണം. അതായത് LBW, ലോ ബർത്ത് വെയിറ്റ് ന്യൂ ബോൺസ്, വെയിറ്റ് 1800 ഗ്രാമിൽ കുറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രീടേം 37 വീക്കിൽ ലെസ് ജസ്റ്റേഷൻ ആയിട്ടുള്ളത്, അതിൽ എന്തെങ്കിലും നിയോനാറ്റൽ സെപ്സിസ് ഉണ്ട്, അല്ലെങ്കിൽ ബർത്ത് ആസ്ഫിക്സിയ ഉണ്ട്, കൺജനിറ്റൽ അനോമലീസ് ഉണ്ട്. ഇനി ഇൻഫൻസിന്റെ കേസിലാണെങ്കിൽ ARI, അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ഡയറിയ, ജോണ്ടിസ്, അനീമിയ, മാൽന്യൂട്രീഷൻ, ഡെവലപ്മെന്റൽ ഡിലേസ്, ഇതൊക്കെ എന്തെങ്കിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ഐഡന്റിഫൈ ചെയ്ത കേസിൽ നമ്മളെ മാനേജ്മെന്റ് എന്താ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോംപ്റ്റ് ആയിട്ടുള്ള റഫറൽ വെക്കണം, റഫറൽ ഫോളോ അപ്പ്. അപ്പം ഐഡിയലി നേരത്തെ ചെക്ക് പോയിന്റിൽ പറഞ്ഞതും ഇതിലും ചെയ്യേണ്ട സെയിം കാര്യമാണ്. നമ്മുടെ സ്റ്റാഫ് ഇന്റർവ്യൂ സൈഡിൽ നിന്ന് നമ്മൾ ഈ ചെക്ക് പോയിന്റിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇത്തരം കേസുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോംപ്റ്റ് റെഫറലും ഫോൺ നമ്പറും അതിന്റെ ഫോളോ അപ്പും നമ്മൾ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കണം. കാരണം ഇത് നമുക്കറിയാം, ക്വാളിറ്റി അസസ്മെന്റ് ഒരു ഒബ്ജക്റ്റീവ് ആണ്. അപ്പം അവരുടെ ചെക്ക് പോയിന്റിനനുസരിച്ചുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ സ്കോർ കുറവാകും. അടുത്തതായിട്ട് നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ നൽകുന്നതാണ് ഇമ്മ്യൂണൈസേഷൻ സർവീസ്, അല്ലെ. കംപ്ലീറ്റ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂള് നമ്മൾ കൊടുത്തിരിക്കണം. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് AEFI റിപ്പോർട്ടിംഗ്, ബോത്ത് സബ് സെന്ററും അതുപോലെ ഔട്ട്റീച്ച് ആയിട്ടുള്ളത്. അപ്പം AEFI റിപ്പോർട്ടിംഗ് നമ്മൾ പ്രത്യേകം ഇമ്മ്യൂണൈസേഷൻ നമ്മൾ ഓൾറെഡി നമ്മളെ എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പം നിലവിൽ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനെപ്പറ്റി ഡിസ്കഷൻ വേണമെന്നില്ല. എന്നാൽ AEFI റിപ്പോർട്ടിംഗ് പാർട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അഡ്വേഴ്സ് ഇവന്റ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് അത് നമ്മുടെ ഹോസ്പിറ്റൽ MOനെ അറിയിക്കുക, അതിന്റെ ആക്ഷൻസ് എടുക്കുക, അതിൽ കാറ്റഗറൈസ് ചെയ്യണം. സിവിയർ ആണോ, നമ്മൾ അതനുസരിച്ച് അവരുടെ ഫോളോ അപ്പും കൂടെ, അതായത് ഫോൺ നമ്പറും ഫോളോ അപ്പ് ഉണ്ടാവണം. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആവശ്യമായ കൃത്യമായിട്ട് തന്നെ അവരുടെ ചികിത്സ നമ്മൾ ഉറപ്പുവരുത്തണം, അതുപോലെ ഫോളോ അപ്പ് ഉറപ്പുവരുത്തണം. അപ്പൊ ഇമ്മ്യൂണൈസേഷൻ സർവീസിന്റെ സൈഡിൽ 2 പോയിന്റ് വരുന്നത്, ഷെഡ്യൂൾ പ്രകാരമുള്ള ഇമ്മ്യൂണൈസേഷൻ സെഷൻസ് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. അതുപോലെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട പാർട്ട് റിപ്പോർട്ടിംഗ് ഓഫ് AEFI ബോത്ത് ഫ്രം സബ് സെന്റർ ആൻഡ് ഔട്ട്റീച്ച് പ്രോഗ്രാം. അതിന്റെ കൃത്യമായ റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. റെക്കോർഡ് റിവ്യൂ നോക്കും. അതിന്റെ സ്റ്റാഫ് ഇന്റർവ്യൂ മിക്കവാറും നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുമായിരിക്കും, പക്ഷെ റെക്കോർഡ് റിവ്യൂ ഭാഗത്ത് നമ്മൾ അതിന്റെ കൃത്യമായ രേഖകൾ കാണിക്കാൻ പറ്റണം. അടുത്തായിട്ട് വരുന്നതാണ് അഡോളസെന്റ് ഹെൽത്ത് സർവീസ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം അഡോളസെന്റ് ഹെൽത്ത് സർവീസിൽ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് വേരിയസ് ഇൽനെസ് ഉണ്ട്. അതായത് അനീമിയ, മാൽന്യൂട്രീഷൻ, വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ്, ARI, ഡയറിയ, ഫീവർ, ENT പ്രോബ്ലംസ്, സ്കിൻ ഇൻഫെക്ഷൻസ്, വേം ഇൻഫെസ്റ്റേഷൻ, പോയിസണിങ്, ഇഞ്ചുറീസ്, സിക്കിൾ സെൽ അനീമിയ, പിന്നെ 4Ds എന്ന് പറയുന്നത് നമ്മളെ ഡിഫെക്ട്സ് അറ്റ് ബർത്ത്, ലോക്കൽ ഡിസീസസ്, ഡെഫിഷ്യൻസീസ്, എന്തെങ്കിലും അതായത് എന്തെങ്കിലും പോഷകാഹാര കുറവുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത്, അതുപോലെ ഡെവലപ്മെന്റൽ ഡിലേസ്.
അപ്പൊ നമ്മൾ നമ്മുടെ ഫീൽഡ് ലെവൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ അണ്ടറിൽ വരുന്ന ഇത്തരം കേസുകൾ നമ്മൾ പ്രൈമറി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പൊ നമ്മുടെ റെക്കോർഡ് റിവ്യൂല് നമ്മൾ സ്ക്രീനിങ് നടത്തിയതിന്റെ രേഖ ഉണ്ടാവണം, ഐഡന്റിഫൈ ചെയ്തതിന്റെ രേഖ ഉണ്ടാവണം. അതുപോലെ പ്രൈമറി മാനേജ്മെന്റ് നമ്മൾ അപ്പം നമ്മുടെ അനീമിയ കേസ്, മാൽന്യൂട്രീഷൻ കേസൊക്കെ അതുപോലെ ഡയറിയ, ഇത്തരം കാര്യങ്ങൾ നമ്മളെ ട്രീറ്റ്മെന്റ് ലെവലിൽ നമ്മൾ HWCയിൽ എന്തൊക്കെ ചെയ്തോ അതിന്റെ രേഖ ഉണ്ടാവണം. പിന്നെ അതുപോലെ ഈ നമ്മളെ ബർത്ത് ഡിഫക്ട്സ്, ഡെവലപ്മെന്റൽ ഡിലേസ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങോട്ടാ റെഫർ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് സെന്ററിലേക്ക് റെഫർ ചെയ്ത് അത് ഫോളോ അപ്പ് ചെയ്യുന്ന രേഖ നമ്മളെ കയ്യിൽ കാണണം. എന്നാൽ മാത്രമേ ഈ ചെക്ക് പോയിന്റിന്റെ കൃത്യമായ മാർക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്കിതിൽ അനീമിയ, മാൽന്യൂട്രീഷൻ, ഇൻഫെസ്റ്റേഷൻസ്, ഡയറിയ, ഇത്തരം കേസുകളിൽ നമുക്ക് നൽകാവുന്ന മാനേജ്മെന്റ് നമ്മൾ കൊടുത്തതിന്റെ രേഖ വേണം. അതുപോലെ നമ്മൾ റെഫർ ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ കയ്യിൽ നിന്ന് മിസ്സാവാൻ ഏറ്റവും ചാൻസ് ഉള്ളത് ഫോൺ നമ്പർ ഫോളോ അപ്പ് ആണ്. അപ്പം ഫോൺ നമ്പർ ഫോളോ അപ്പ് നമ്മളെ ഇത് ഈ അഡോളസന്റ് ഹെൽത്ത് സർവീസിന്റെ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആന്റിനേറ്റൽ ചെക്കപ്പ്, ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നടക്കുന്നതാണ്. പക്ഷെ അഡോളസന്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇത്തരം അതായത് എത്ര അനീമിയ കേസുകൾ നമ്മൾ ട്രീറ്റ് ചെയ്ത്, ഇപ്പൊ അനീമിയ ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അവരുടെ അതായത് അനീമിക് സ്റ്റാറ്റസ് റൈസ് ആയോ, അവരെ ഹീമോഗ്ലോബിൻ ലെവൽ കൂടിയോ, അനീമിയ എത്ര കേസ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ക്യൂർ ആയി, അതുപോലെ എത്ര ഡെവലപ്മെന്റൽ ഡിലേസ് നമ്മൾ റെഫർ ചെയ്തത് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൃത്യസമയത്ത് കിട്ടി, അവരിൽ എത്ര ആൾ ക്യൂർ ആയി, ഇത്തരം കേസുകൾ നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് രജിസ്റ്റർ, അതായത് ആക്ച്വലി നമുക്ക് സ്മാർട്ട് വർക്കായിട്ട് ചെയ്യാവുന്നത് ഇത്തരം ഓരോ ചെക്ക് പോയിന്റിനും ശരിക്കും ഓരോ രജിസ്റ്റർ വെച്ച് കീപ്പ് ചെയ്യാൻ പറ്റിയാലും കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഓരോ കള്ളിയായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് പ്രൈമറി മാനേജ്മെന്റ് ഇതിൽ എത്ര ചെയ്തു, പറ്റാത്തത് എത്ര റെഫർ ചെയ്തു, അതിന്റെ ഫോൺ നമ്പർ, ഫോളോ അപ്പ് ഡീറ്റെയിൽസ് ശരിക്കും ഓരോ സിംഗിൾ രജിസ്റ്റർ ആക്കി കീപ്പ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അത് എനിക്ക് തോന്നുന്നത് സ്കോർ പെട്ടെന്ന് ഗെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാവും. അപ്പം ഓരോ ചെക്ക് പോയിന്റ് കണക്കാക്കിയിട്ടുള്ള രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പം അതാകുമ്പോൾ എല്ലാം ഒരു ഒറ്റ ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് ഇത്തരം ഓരോ സർവീസസിനും ഓരോ ബുക്ക് വെച്ചാൽ അപ്പൊ ഇത്തരം രജിസ്റ്റേഴ്സ് ഈ രീതിയിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം സ്കോർ വാങ്ങാനും അതുപോലെ നിങ്ങൾക്ക് ഡാറ്റ പെട്ടെന്ന് കിട്ടാനും നിങ്ങളുടെ ഫോളോ അപ്പ് കൃത്യമായി നടത്താനും പറ്റും. അതുപോലെ ഒരു പ്രധാന പാർട്ടാണ് നമ്മുടെ HWC ചെക്ക് ലിസ്റ്റിന്റെ തന്നെ ഒരു പ്രധാന പാർട്ടാണ് എല്ലാ സൈഡിലും വരുന്ന കൗൺസിലിങ്സ്, എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ് ആൻഡ് റെഫറൽ സർവീസസ് ഫോർ അഡോളസന്റ് ഹെൽത്ത്. അപ്പം ഇതിൽ നിങ്ങൾ കാണാം സ്റ്റാഫ് ഇന്റർവ്യൂവിന്റെ കൂടെ ഉള്ളത് റെക്കോർഡ് റിവ്യൂ അല്ല, PI, അതായത് പേഷ്യന്റ് ഇന്റർവ്യൂ ആണ്. അപ്പം ചിലപ്പം അവര് നമ്മളവിടെ ഏതെങ്കിലും നമ്മളെ ഇൻസ്പെക്ഷന്റെ സമയത്ത് ഉള്ള ആളോട് ഇത് ചോദിക്കും. അതാണ് പേഷ്യന്റ് ഇന്റർവ്യൂ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അവർക്ക് കൗൺസിലിംഗ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ അതിൽ കൗൺസിലിംഗ് പാർട്ടിൽ നമ്മൾ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അനീമിയ ആൻഡ് അതർ ഡെഫിഷ്യൻസീസ്, കൗൺസിലിംഗ് ഓഫ് ലൈഫ് സ്റ്റൈൽ, അതുപോലെ മെൻസ്ട്രൽ ഹൈജീൻ, ടുബാക്കോ യൂസ്, സബ്സ്റ്റൻസ് അബ്യൂസിനെ പറ്റിയുള്ള കൗൺസിലിംഗ്, അതുപോലെ സെക്സ് എഡ്യൂക്കേഷൻ, ഇത്രയും പോയിന്റ്സ് തന്നെ. ഇപ്പം പൊതുവെ ഇൻസ്പെക്ഷൻസ് അതായത് അസസ്മെന്റ് സമയത്ത് കാണുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഒരു അഡോളസന്റ് ഹെൽത്ത് സർവീസസ് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടാവും, പക്ഷെ ജസ്റ്റ് കൗൺസിലിംഗ് ഡൺ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ കൗൺസിലിംഗ് പാർട്ടിലെ ചെക്ക് പോയിന്റിൽ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ നമ്മൾ ഇതൊക്കെ എഴുതുന്ന സമയത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തിയും കൂടെ വെക്കണം. അങ്ങനെയാണെങ്കിലാണ് ഇതിന് ഫുൾ മാർക്ക് നമുക്ക് ലഭിക്കുക. അപ്പം ജസ്റ്റ് കൗൺസിലിംഗ് ഡൺ അങ്ങനെ എഴുതുന്നതിന് പകരം ഈ പറഞ്ഞ അതായത് ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി, അനീമിയ, അതുപോലെ ലൈഫ് സ്റ്റൈലിന്റെ കൗൺസിലിംഗ്, മെൻസ്ട്രൽ ഹൈജീൻ, അല്ല ടുബാക്കോ യൂസേജ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസിനെ പറ്റിയുള്ള കൗൺസിലിംഗ്, സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്തതായിട്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തണം. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് A1.4 ഫാമിലി ഫെസിലിറ്റി പ്രൊവൈഡ്സ് ഫാമിലി പ്ലാനിങ് സർവീസസ്. ഫാമിലി പ്ലാനിങ് സർവീസസ് നമ്മൾ ഓൾറെഡി റെക്കോർഡ് റിവ്യൂ ഉണ്ട്, അതിന് സ്റ്റാഫ് ഇന്റർവ്യൂ ഉണ്ട്. അപ്പം പ്രൊവിഷൻ ഓഫ് കോൺട്രാസെപ്റ്റീവ്സ്, എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഇഞ്ചെക്ടബിൾസ്, കോണ്ടം, അതുപോലെ IUCD,
ഇത്തരം എന്തെങ്കിലും നമ്മള് അതായത് നമ്മള് ഫാമിലി പ്ലാനിങ് സർവീസസ് കൊടുത്തിട്ടുള്ള, അതായത് നമുക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കോണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന്റെ സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ ആർക്കൊക്കെ കൊടുത്തു, എത്ര കേസുകൾ നമ്മൾ നമ്മുടെ PHCയിലേക്ക് വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായ രേഖ ഉണ്ടാവണം. കാരണം മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും, കൊടുത്തിട്ടും ഉണ്ടാവും. പക്ഷെ നമ്മൾ ആർക്കൊക്കെ കൊടുത്തു, എന്തൊക്കെ ചെയ്തു എന്നുള്ളത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവില്ല. ഇപ്പം സ്റ്റാഫ് ഇന്റർവ്യൂ സൈഡ് പറയുമ്പോൾ നമ്മളത് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ റെക്കോർഡ് റിവ്യൂ നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെത്, അതായത് ഇത്തരം സർവീസസ് നൽകിയതിന്റെ രേഖ ഉണ്ടാവില്ല. ആർക്കോ കൊടുത്തു, എത്ര എണ്ണം സ്റ്റോക്കിലുണ്ട്, ഇത്തരം കാര്യങ്ങളും കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തുകയാണെങ്കിൽ ഈ ചെക്ക് പോയിന്റ് A1.4 2 മാർക്കും തന്നെ വാങ്ങാൻ പറ്റും. അപ്പം ഞാൻ സ്കോർ വെച്ച് തന്നെ പറഞ്ഞു പോകാൻ കാരണം, നമ്മള് ചെക്ക് ലിസ്റ്റ് പ്രകാരം എല്ലാം കൃത്യമായി അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെയാണ് നമുക്ക് സ്കോർ ഉണ്ടാവുള്ളൂ. അതുപോലെ നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ മിക്കവാറും നമുക്ക് പറ്റുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ കൊടുത്തതിന്റെ ഒരു രേഖ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, എത്ര എണ്ണം നമ്മളെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു, എത്ര എണ്ണം പോയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. റെക്കോർഡ് റിവ്യൂ കൂടെ ഇതിലുള്ളതായതുകൊണ്ട്. വീണ്ടും വരുന്ന പാർട്ട് ഇത് തന്നെയാണ്, എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ് ആൻഡ് റഫറൽ സർവീസസ് ഫോർ ഫാമിലി പ്ലാനിങ് സർവീസസ്. അത് ക്ലയന്റിനോട് കൂടെ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ കൗൺസിലിംഗ് എന്ന് കാണുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾക്ക് കാണാം, നേരത്തെ നമ്മൾ പറഞ്ഞു അഡോളസെന്റ് ഹെൽത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പേഷ്യന്റ് ഇന്റർവ്യൂ ഉണ്ട്, കൗൺസിലിംഗ് കിട്ടിയോ അവരോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഫാമിലി പ്ലാനിങ് സർവീസസിലാണ് എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് ആൻഡ് റഫറൽ സർവീസ് വരുന്ന സമയത്ത് ചെക്ക് പോയിന്റിൽ ക്ലയന്റ് ഇന്റർവ്യൂ, അതായത് നമ്മുടെ ഗുണഭോക്താവിനോട് നമ്മൾ ചോദിക്കും, നിങ്ങൾ ഈ സേവനം ഇവിടെ ലഭ്യമായിട്ടുണ്ടോ, നിങ്ങൾക്ക് വേണ്ട കൗൺസിലിംഗ് നൽകിയിട്ടുണ്ടോ എന്ന്. അപ്പൊ നമ്മളത് ഉറപ്പുവരുത്താനും കൂടിയാണ്. അപ്പം ക്ലയന്റ് ഇന്റർവ്യൂ കൂടെ കണക്കാക്കി നമ്മൾ അത് കൃത്യമായിട്ട് കൊടുക്കണം. അതായത് ഇൻഫർമേഷൻ അബൌട്ട് ഫാമിലി പ്ലാനിങ് ഓപ്ഷൻ ടു എലിജിബിൾ ക്ലയൻസ്, മോട്ടിവേറ്റ് ഫാമിലീസ് ഫോർ സ്പേസിംഗ് ബിറ്റ്വീൻ 2 children, counseling to support couple in choosing the family planning method, provide correct and appropriate information about chosen method, post abortion contraceptive counseling, അതുപോലെ referral and support for sterilization, abortion and gender based violence. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ കൊടുക്കുന്ന കൗൺസിലിംഗിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ചെക്ക് പോയിന്റുകൾ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇത് പ്രകാരം തന്നെയുള്ള കാര്യങ്ങൾ കൗൺസിലിംഗ് കൊടുത്തതായിട്ട് നമ്മളെ കയ്യിൽ ഉണ്ടാവണം. നമ്മൾ ജസ്റ്റ് കൗൺസിലിംഗ് ഡൺ പോരാ. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് മുഴുവൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൗൺസിലിംഗ് സമയത്ത് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. അപ്പം ഇനി ഒബ്സ്ട്രക്റ്റീവ് കണ്ടീഷൻസാ പറയുന്നത്, ഐഡന്റിഫിക്കേഷൻ ആൻഡ് റഫറൽ ഫോർ ഒബ്സ്ട്രക്റ്റീവ് ആൻഡ് ഗൈനക്കോളജിക്കൽ കണ്ടീഷൻസ്. അപ്പം ഐഡന്റിഫിക്കേഷൻ വരുന്ന, അതുപോലെ മാനേജ്മെന്റ് നമുക്ക് പറ്റാത്തത് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടോ, ഇതിലും അതുപോലെ തന്നെ റെഫറൽ, ഫോൺ നമ്പർ, ഫോളോ അപ്പ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഡിസ്മെനോറിയ പറയുന്നുണ്ട്, വെജൈനൽ ഡിസ്ചാർജ്, മാസ്റ്റൈറ്റിസ്, ബ്രസ്റ്റ് ലംപ്, പെൽവിക് പെയിൻ, അതുപോലെ പെൽവിക് ഓർഗൻ പ്രൊലാപ്സ്, അതുപോലെ RTA STA, ഇത്രയും കാര്യങ്ങൾ നമ്മളെ ഏരിയയിലുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ റെഫർ ചെയ്തിട്ട് റെഫറൽ ഫോളോ അപ്പ്, അവർക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്തതിൻ്റെ ഒരു ഫോളോ അപ്പ് നമ്മൾ വെക്കണം. ഇതിൽ റെക്കോർഡ് റിവ്യൂ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം കണ്ടീഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മളൊരു ഇത് നമ്മൾ അതിനിടയ്ക്ക് ഞാൻ പറയാൻ കാര്യം, നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയല്ല, നമ്മളെ റൊട്ടീൻ വർക്കിന്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ എല്ലാം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ അക്രഡിറ്റേഷന്റെ ഇൻസ്പെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കൃത്യമായ രേഖ ഉണ്ടാവും. അപ്പം ഇതൊക്കെ അതാത് സമയങ്ങളിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ തുടക്കത്തിലെ HWC കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഡാറ്റകൾക്കൊന്നും നമ്മളൊരു ബാക്ക് ഡാറ്റ ക്രിയേറ്റ് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ടി വരികയോ ചെയ്യില്ല. അപ്പൊ ഇതിന്റെ അതായത് ട്രെയിനിങ്സ് കഴിയുന്ന സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊരു ബാക്ക് ഡാറ്റ ഉണ്ടാക്കേണ്ട പ്രശ്നം വരികയില്ല. കൃത്യമായിട്ട് ഇത്തരം കേസുകൾ ഐഡന്റിഫൈ ചെയ്തതും എന്തായാലും നിങ്ങൾ റെഫർ ചെയ്തതും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും കൃത്യമായി നമ്മൾ ചിലപ്പോൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ മിക്കവാറും ഫോളോ അപ്പ് സൈഡ്
അത്ര ഉണ്ടാവില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് നമ്മളെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. അതിൽ NVBDCP, അതായത് വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ആണ് ഫസ്റ്റ് വരുന്നത്. നമുക്ക് ഇതൊക്കെ മലേറിയ, ഡെങ്കി, ചിക്കൻ ഗുനിയ, ഫൈലേറിയാസിസ്, കാലാസർ, ജെയ്. ഇതില് ആദ്യം വരുന്ന മലേറിയ, ഡെങ്കു, ചിക്കൻ ഗുനിയ, ഫൈലേറിയാസിസ്, കാലാസർ, ഇത്തരം കേസുകളായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഐഡന്റിഫിക്കേഷനോ അതുപോലെ നമ്മൾ ഏതെങ്കിലും കേസ് ഐഡന്റിഫൈ ചെയ്തത് ട്രീറ്റ് ചെയ്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് സർവീസസ് ആണ് അവർ ഉദ്ദേശിച്ചത്. ഇതില് നമ്മൾ ഇത്തരം കേസുകൾ ഏതെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഫോളോ അപ്പ് റെക്കോർഡായിട്ട് തന്നെ വെക്കണം. വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, ഈ കേസിലും എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ നാഷണൽ പ്രോഗ്രാം ഓരോ രജിസ്റ്റേഴ്സ് ആയിട്ട് വെക്കുക. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഫസ്റ്റ് പാർട്ട് നമ്മൾ ഏർലി ഐഡന്റിഫിക്കേഷൻ നമ്മളെ അവിടെ നമ്മളെ ഫീൽഡ് ലെവലിൽ അത് ഡയഗ്നോസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനി ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തത് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഫറൽ ഫോളോ അപ്പ് ഞാൻ പറഞ്ഞ പോലെ ആ സെയിം ഫ്രെയിം വർക്ക് തന്നെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ രജിസ്റ്റേഴ്സും അങ്ങനെ പ്രത്യേകം വെക്കാൻ പറ്റുമ്പോൾ നമുക്ക് റെക്കോർഡ് റിവ്യൂ ഭയങ്കര എളുപ്പമായിരിക്കും. നമുക്ക് ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള റെക്കോർഡ് റിവ്യൂ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇതില് വെക്ടർ ബോൺ ഡിസീസ് ഏതെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ഏർലി ഡിറ്റക്ഷൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, അതുപോലെ പ്രോംപ്റ്റ് റെഫറൽ ആൻഡ് ഫോളോ അപ്പ്, ഈ രീതിയിൽ നമ്മൾ റെക്കോർഡ് കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേസ് ഡിറ്റക്ഷൻ, ട്രീറ്റ്മെന്റ്, റെഫറൽ ഫോളോ അപ്പ് ഓഫ് കേസസ് അണ്ടർ NVBDCP. അപ്പോൾ ഡയഗ്നോസ്റ്റിക് സർവീസ് നമ്മൾ നോക്കണം. അത് പ്രൈമറി മാനേജ്മെന്റ്, റെഫറൽ ആൻഡ് ഫോളോ അപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് കേസസ്, അല്ലെ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇൻ കേസ് ഓഫ് ഫൈലേറിയാസിസ്, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് ജെഇ. ജാപ്പനീസ് എൻസെഫലൈറ്റിസിന്റെ അത് നമുക്ക് ചെക്ക് പോയിന്റ്, നിങ്ങൾ ചെക്ക് ലിസ്റ്റിലേക്ക് പോയാൽ അവർ മനസ്സിലാവും. ഈ ജെഇയുടെ കാര്യം, ഇമ്മ്യൂണൈസേഷൻ ജെഇ അത് പ്രവലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലാണ് പ്രത്യേകമായിട്ട് നോക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കോമൺലി ചെയ്തു വരുന്നതാണ്. പക്ഷെ നമ്മൾ അതിന്റെ ഡാറ്റ കീപ്പ് ചെയ്യുന്നതാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തായിട്ട് TB എലിമിനേഷൻ പ്രോഗ്രാം. അപ്പം അതിന്റെ കമ്മ്യൂണിറ്റി ലെവൽ എൻഗേജ്മെന്റ്സ്, അതുപോലെ അതിൽ എത്ര കേസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് റെഫർ ചെയ്തിട്ടുണ്ട്, പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റ്, കോംപ്ലിക്കേഷൻ, റെഡ്യൂസിങ് സ്റ്റിഗ്മ, അതായത് കൗൺസിലിംഗ് പാർട്ട്. അപ്പൊ കേസ് ഡിറ്റക്ഷൻ, ട്രീറ്റ്മെന്റ്, റെഫറൽ ആൻഡ് ഫോളോ അപ്പ് ഓഫ് കേസസ്. ഇപ്പൊ ഈ നമ്മളെ TB പ്രോഗ്രാമിന്റെ നമ്മൾ പ്രത്യേകിച്ച് പറയണമെന്നില്ല, കാരണം നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇത് പോകുന്നുണ്ട്. നമ്മുടെ പോർട്ടൽ ഉണ്ട്, അതുപോലെ ട്രീറ്റ്മെന്റ് കാർഡ് ഉണ്ട്. ഇതില് എനിക്ക് തോന്നുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ലിങ്കേജ് ഇത് ചോദിക്കുന്നുണ്ട്, ലിങ്ക്ഡ് വിത്ത് ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റർ. അപ്പൊ നിങ്ങൾ ഈ ചെക്ക് പോയിന്റിൽ ലിങ്കേജുകളുടെ ഒരു ഓർഡറും കൂടെ വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. ലിങ്ക് നമ്മൾ ഏത് മൈക്രോസ്കോപ്പിക് സെന്ററുമായിട്ടാണ് ലിങ്കേജ് എന്നുള്ളത്, അത് നിങ്ങളുടെ FHC ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് മതിയാവും. അപ്പൊ ഇതില് നമ്മളെ പോർട്ടല്, അതുപോലെ ട്രീറ്റ്മെന്റ് കാർഡ്, അതുപോലെ ഫോളോ അപ്പ്, അതുപോലെ ലിങ്കേജ് വിത്ത് മൈക്രോസ്കോപ്പിക് സെന്റർ, ആ ഡാറ്റയും കൂടെ വേണം. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ ഓൾറെഡി കയ്യിലുള്ളതിന് പുറമെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇപ്പം ചെയ്യാനുണ്ടാവുക ലിങ്കേജിന്റെ പേപ്പർ ഇതിന്റെ കൂടെ തന്നെ വെക്കാൻ ശ്രമിക്കാം. അടുത്തായിട്ട് വരുന്നത് ലെപ്രസി. അപ്പൊ അത് സെയിം പോലെയാണ് വരുന്നത്. ഡിറ്റക്ഷൻ, ഐഡന്റിഫിക്കേഷൻ, പ്രോംപ്റ്റ് റെഫറൽ, അതുപോലെ ട്രീറ്റ്മെന്റ് കംപ്ലീഷൻ, അതുപോലെ സ്റ്റിഗ്മ, റെഡ്യൂസിങ് സ്റ്റിഗ്മ, അതിനുള്ള നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത് സെയിം തന്നെയാണ്. ഡയഗ്നോസ്റ്റിക് സർവീസ്, അതുപോലെ നമ്മളെ പ്രൈമറി മാനേജ്മെന്റ്, റെഫറൽ ആൻഡ് ഫോളോ അപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് കേസസ് ആൻഡ് മെഡിക്കേഷൻ കംപ്ലയൻസ്. TBന്റെ ലെപ്രസിന്റെയും കേസിൽ ഈ രണ്ടിലും നമ്മൾ സെയിം തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മളെ മെഡിക്കേഷൻ കംപ്ലയൻസും അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസും അതിന്റെ ട്രീറ്റ്മെന്റും കൂടെ അതിന്റെ റെക്കോർഡും കൂടെ നമ്മൾ കീപ്പ് ചെയ്യണം. എന്നാലേ ഫുൾ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ.
അതുപോലെ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെയാണ്. ഈ സൈഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ നമ്മൾ ഇതിൽ പ്രിവെൻഷൻ ആൻഡ് പ്രൊമോഷൻ ഹൈ റിസ്ക് ബിഹേവിയർ ഗ്രൂപ്പ്. അപ്പം നമ്മൾ ക്വാണ്ടം പ്രൊമോഷൻ കൊടുത്തതിൻ്റെത്, അതുപോലെ ഈ ഏതെങ്കിലും ഹൈ റിസ്ക് ഗ്രൂപ്പിന് നമ്മൾ HIV AIDS ക്ലാസ് കൊടുത്തത്, അത്തരം ഡോക്യുമെന്റ്സ് ഈ ഒരു ചെക്ക് പോയിന്റിൽ അത്യാവശ്യമാണ്. അതിൽ സ്റ്റാഫ് ഇന്റർവ്യൂ, ക്ലയന്റ് ഇന്റർവ്യൂ ഉണ്ട്. അതുപോലെ ഏതെങ്കിലും കേസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റഫറലും ഫോളോ അപ്പും കംപ്ലയൻസ് ടു ART, അതായത് ട്രീറ്റ്മെന്റുമായിട്ട് എത്രത്തോളം ഒത്തു പോകുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കി രജിസ്റ്റർ ചെയ്യുന്നതും വേണം. അപ്പം ഇതിൽ റെക്കോർഡ് റിവ്യൂ ആയിട്ട് വരുന്നത് ട്രീറ്റ്മെന്റ് ആൻഡ് ഫോളോ അപ്പ് ആണ്. അതേസ്ഥാനത്ത് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് സർവീസസ്, അത് നമ്മളെ ഫീൽഡ് ലെവലിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഏതെങ്കിലും റിസ്ക് ഗ്രൂപ്പിന് ട്രെയിനിങ് കൊടുത്തത്, ക്ലാസ് കൊടുത്തത്, ക്വാണ്ടം പ്രൊമോഷൻ നടത്തി, അതിൻ്റെയൊക്കെ രേഖ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ കൂടെ സൂക്ഷിക്കണം. കാരണം ഈ ഒരു ചെക്ക് പോയിന്റിൽ അതുപോലെ സപ്പോർട്ട് പേഷ്യൻ്റ് ലിവിങ് വിത്ത് HIV AIDS, അപ്പം അതിനൊക്കെ നമ്മൾ ഡോക്യുമെന്റേഷൻസ് കാണിക്കണം. ഓക്കെ, ഇനിയുള്ളത് ഇതാണ് നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെയാണ്. അപ്പം ഇത് വളരെ ഇപ്പം ഈ സമയത്ത് നമ്മൾ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അതായത് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, ഫെസിലിറ്റി ലെവൽ റഫറൽ, പ്രൊമോട്ട് ട്രീറ്റ്മെന്റ് കംപ്ലീഷൻ, അതുപോലെ നമ്മളെ ട്രീറ്റ്മെന്റിന്റെ ഫോളോ അപ്പ്, നമ്മൾ ഹൈ റിസ്ക് കേസ് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ അതിന്റെ ഡയഗ്നോസ്റ്റിക് സർവീസ്. പിന്നെ ഈ പാർട്ടിലൊരു സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ IHIPയിൽ ഇപ്പോൾ റിപ്പോർട്ടിംഗ് വരുന്നതാണ്. അപ്പം ആ റിപ്പോർട്ടിന്റെ ഡാറ്റയും കൂടെ നമ്മൾ റെക്കോർഡ് റിവ്യൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൽ നേരത്തെ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കുന്ന കൗൺസിലിംഗ്, ക്വാണ്ടം പ്രൊമോഷൻ, അത്തരം കാര്യങ്ങളാണ്. അതുപോലെ ഇവിടെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിൽ നമുക്ക് അതായത് ഐഡന്റിഫിക്കേഷൻ, ട്രീറ്റ്മെന്റ്, പ്രോംപ്റ്റ് റെഫറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഫോളോ അപ്പ് സർവീസസിന് പുറമെ IHIP റിപ്പോർട്ടിങ്ങിന്റെ റെക്കോർഡ് റിവ്യൂവും കൂടെ ഇതിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ വീക്കിലി റിപ്പോർട്ടിങ് അതിൽ അല്ലെ ഡെയിലി റിപ്പോർട്ടിങ് IHIP അതിൽ ഇത് ഏതെങ്കിലും കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡാറ്റയും കൂടെ നമ്മൾ ചെക്ക് ലിസ്റ്റ് പ്രകാരം പ്രിപ്പയർ ചെയ്ത് വെച്ച് കാണിക്കും. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് വരുന്നത് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന കേസുകൾ കഴിഞ്ഞു. ഇനി A1.6 മെഷറബിൾ എലമെന്റിൽ വരുന്നത് ഫെസിലിറ്റി പ്രൊവൈഡ് സർവീസസ് ഫോർ അക്യൂട്ട് സിമ്പിൾ ഇൽനെസ് ആൻഡ് മൈനർ എയിൽമെന്റ്സ്. അതും ഇതുപോലെ തന്നെയാണ്. ഐഡന്റിഫിക്കേഷൻ, മാനേജ്മെന്റ്, നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റാത്ത റെഫർ ചെയ്യുക, ഇത്തരം കാര്യം. അതിൽ എന്തൊക്കെയാ കണ്ടീഷൻസ് വരുന്നത് തന്നെ ചെക്ക് ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫീവർ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതായത് അക്യൂട്ട് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഡയറിയ, സ്കാബീസ്, റാഷ്, ആർട്ടിക്കേരിയ, ആപ്സസ്, കോളറ, ഡിസെൻട്രി, ടൈഫോയിഡ്, ഹെൽമിന്തിയാസിസ്, വേം ഇൻഫെസ്റ്റേഷൻസ്, ഹെഡ് ഏക്ക്, ബോഡി ഏക്ക് ആൻഡ് ജോയിന്റ് ഏക്സ്. ഇത്തരം മൈനർ എയിൽമെന്റ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ, നമ്മൾ അതിലേത് മാനേജ് ചെയ്തിട്ടുണ്ടോ, റഫറൽ ഓഫ് അക്യൂട്ട് ഇൽനെസ് ആൻഡ് മൈനർ എലിമെന്റ്സിൽ ഇത് റെക്കോർഡ് റിവ്യൂ ഉള്ളതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെക്ക് ലിസ്റ്റ് കൊടുത്ത ഇത്രയും ഡിസീസസ്, ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡിസീസസ് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത്തരം കണ്ടീഷൻസിന്റെ മാനേജ്മെന്റും അതുപോലെ റെഫറലും ഫോളോ അപ്പും നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്മൾ ഇതിന് അതായത് ഈ ഫെസിലിറ്റി പ്രൊവൈഡ് സർവീസസ് ഫോർ അക്യൂട്ട് സിമ്പിൾ ഇൽനെസ് ആൻഡ് മൈനർ എയിൽമെന്റ്സ്, ആ രീതിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. പക്ഷെ ഇതൊക്കെ സെപ്പറേറ്റ് ചെക്ക് പോയിന്റ് ആയതുകൊണ്ട് അത് കാണിക്കാനുള്ള ഒരു കൃത്യമായ രേഖ നമ്മളെ കയ്യിൽ ഉണ്ടാവുകയാണെങ്കിൽ ഗുണമാണ്. അപ്പോൾ HWC ഒക്കെ സ്റ്റാർട്ടിങ് ലെവലിൽ തന്നെ ഫയലുകൾ അല്ലെ റെക്കോർഡ്സ് ഈ രീതിയിൽ തന്നെ കീപ്പ് ചെയ്യുന്ന ഒരു മോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കേസുകൾ ഓരോ നമ്മൾ ഇതുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന, അതായത് ഈ പറഞ്ഞ ചെക്ക് ലിസ്റ്റ് പ്രകാരം തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന റെക്കോർഡുകളിൽ നമുക്ക് ഓരോ മന്തിലും വരുന്ന കേസുകൾ നമുക്ക് ആഡ് ചെയ്യാനും അതുപോലെ അത് ഫോളോ അപ്പ് ചെയ്യാനും അതിൽ എത്രത്തോളം നമ്മൾ ക്യൂർ ചെയ്തു അല്ലെങ്കിൽ അതിന്റെ ഇൽനെസ് എത്രത്തോളം നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫീൽഡ് ലെവൽ ആയതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടാണ് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ആസ്പെക്ട്സ്. അപ്പോൾ ഇത് വരുന്നുണ്ട് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് മെഷേഴ്സ്
ഫോർ അക്യൂട്ട് ഇൽനെസ് ചോദിക്കും. അപ്പം വാട്ടർ ബോൺ ഡിസീസിനെതിരെ നമ്മൾ എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തു? ഡയറിയ, ഡിസെൻട്രി, എൻഡറൈറ്റിസ് ഇത്തരം കാര്യങ്ങൾ വരുന്നതിനെതിരെ നമ്മൾ എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തു? നമ്മളെ ഡീവർമിങ് പ്രോഗ്രാംസ് പോലെ നമ്മള് ഹെൽമിന്തിയാസിസിന് എന്ത് ചെയ്തു? അപ്പൊ നമ്മുടെ ഡീവർമിങ് പ്രോഗ്രാംസ് ഒക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ അല്ലെ മെഡിസിൻസ് കൊടുക്കുന്നതൊക്കെ രേഖപ്പെടുത്തി നമ്മൾ കൃത്യമായിട്ട് വെക്കണം. അല്ലെ റേബീസ്, മസ്കുലോസ്കെൽറ്റൽ ഡിസോർഡേഴ്സ്, ഓസ്റ്റിയോപൊറോസിസ്, ആർത്രൈറ്റിസ്, എയ്ക്സ്, ഓൾഡ് ഏജ് പ്രോബ്ലംസ് ഒക്കെ ബോഡി മസ്കുലോസ്കെൽറ്റൽ ഡിസോർഡേഴ്സ് ഇതിനൊക്കെ നമ്മൾ അവർക്ക് എന്തൊക്കെ പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് മെഷേഴ്സ് നമ്മൾ കൊടുത്തു എന്നുള്ളതും കൂടെ നമ്മൾ അപ്പൊ അതിന് സ്റ്റാഫ് ഇന്റർവ്യൂ, ക്ലയന്റ് ഇന്റർവ്യൂ ആണ്. അപ്പം നമ്മളെ അവിടെയുള്ള ക്ലയൻസിനോട് അവരത് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ നിങ്ങൾ അത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ആസ്പെക്ട്സ്, പ്രത്യേകിച്ചും വാട്ടർ ബോൺ ഡിസീസ്, ഹെൽമിന്തിയാസിസ്, റാബീസ്, മസ്കുലോസ്കെൽറ്റൽ ഡിസോർഡേഴ്സ് ഇത്രയും 4 പോയിന്റുകളായിട്ട് ബന്ധപ്പെട്ട പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോ എന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇനി അടുത്തത് വരുന്നത് NCD പ്രോഗ്രാമാണ്. A1.7 എന്ന് പറയുമ്പം NCD പ്രോഗ്രാംസ്, അതായത് നമ്മൾ വളരെ നല്ല രീതിയിൽ ഇപ്പൊ പോകുന്നുണ്ട്. അപ്പൊ പക്ഷെ നമ്മൾ ഇതിന്റെയൊക്കെ രേഖ വീണ്ടും RR കണ്ടില്ല, സ്റ്റാഫ് ഇന്റർവ്യൂവിന്റെ കൂടെ നമുക്ക് കാണാം സ്ലൈഡിൽ RR പ്രത്യേകം ചോദിക്കുന്നുണ്ട്. അതിന്റെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. സ്ക്രീനിങ്, നമ്മളെ കയ്യിൽ സ്ക്രീനിങ്ങിന്റെ രേഖ ഉണ്ടാവണം. ഡയഗ്നോസിസിന്റെ ഇത് വേണം. അതുപോലെ ട്രീറ്റ്മെന്റ് കംപ്ലയൻസ് ആൻഡ് ഫോളോ അപ്പ് ഓഫ് ഓൾ ഡയഗ്നോസ്റ്റിക് കേസസ്. അപ്പൊ റഫറൽ ആൻഡ് ഫോളോ അപ്പ് ഫോർ കോംപ്ലിക്കേഷൻസ്, അതുപോലെ റീഫിൽ ഓഫ് ഡ്രഗ്സ്. അപ്പം ഇത്രയും പോയിന്റ്സ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സ്ക്രീനിങ് ചെയ്തിട്ടുണ്ട്, ന്യൂ കേസ്, ഓൾഡ് കേസ്, അതുപോലെ ട്രീറ്റ്മെന്റ് കംപ്ലയൻസ് വെച്ചിട്ട് നമ്മളെ കയ്യിൽ വേറെ റെക്കോർഡ്സ് ഉണ്ട്. ഇത് ഓൾറെഡി റെക്കോർഡ്സ് ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു റെക്കോർഡ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എത്രത്തോളം സ്ക്രീനിങ് വരുന്നു, എത്ര ന്യൂ കേസ് ഉണ്ട്, എത്ര ഓൾഡ് കേസ് ഉണ്ട്, അതുപോലെ ഇതിൽ എത്ര എണ്ണം നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്, കോംപ്ലിക്കേഷൻസ് ഉള്ള എത്ര എണ്ണം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ നമ്മളെ റെക്കോർഡ്സിൽ ഉണ്ടാവണം. അല്ല, ഡയബറ്റീസിന്റെ കാര്യത്തിലും സ്ക്രീനിങ്, അതുപോലെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് കോംപ്ലിക്കേഷൻസ് ആൻഡ് ഫോളോ അപ്പ് ഓഫ് ഓൾ ഡയഗ്നോസ്റ്റിക് കേസസ്, റെഫർ ആൻഡ് ഫോളോ അപ്പ് ഓഫ് കോംപ്ലിക്കേഷൻസ്, അതുപോലെ റീഫിൽ ഡ്രഗ്സ്. അപ്പൊ NCDന്റെ കാര്യം ഒരേ മോഡിൽ തന്നെയാണ് പോകുന്നത്. എല്ലാ കേസുകളും, എല്ലാ ഡിസീസിന്റെയും ഡിറ്റക്ഷനാണ് പ്രൈമറി എയിം. അത് കഴിഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യുന്നു, നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ ലെവലിൽ ട്രീറ്റ് ചെയ്യുന്നു. അല്ലാത്ത ബാക്കിയുള്ള, അതായത് നമ്മൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലുള്ളത് നമ്മൾ റെഫർ ചെയ്യുന്നു. അതിന്റെ കോംപ്ലിക്കേഷൻസോ എന്തെങ്കിലും വന്നോ അത് ക്യൂർ ആയോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു. പിന്നെ മെഡിസിൻ റീഫിൽ ചെയ്യുന്നു. ഇത്രയും പോയിന്റ്സ് ആണ് NCDന്റെ അണ്ടറിൽ വരുന്നത്. ഇത് അടുത്തതായിട്ട് ഡയബറ്റീസ് നമ്മൾ പറഞ്ഞു, ഹൈപ്പർ ടെൻഷൻ പറഞ്ഞു. ഇനി പറയുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. സ്ക്രീനിങ് ഒരു ചെക്ക് പോയിന്റ് ആയിട്ട് തന്നെ ചോദിക്കുകയാണ്. അപ്പം അങ്ങനത്തെ കേസുകൾ വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിന്റെ സ്ക്രീനിങ്, അത് നമ്മൾ എങ്ങോട്ട് റെഫർ ചെയ്തു, ഫോളോ അപ്പ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ NCDന്റെ അണ്ടറിൽ നമ്മൾ ഉറപ്പുവരുത്തണം. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാഫ് ഇന്റർവ്യൂവിന് പുറമെ റെക്കോർഡ് റിവ്യൂ ഉള്ളതാണ്. അപ്പൊ നമ്മളെ കയ്യിൽ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്കത് കാണിക്കാൻ പറ്റണം. നമ്മളത് ചെയ്തതിന്റെ കൃത്യമായ ഡാറ്റ, ഫോളോ അപ്പ് ചെയ്തതിന്റെയും അതുപോലെ കേസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡാറ്റയും കാണിക്കണം. അതിൽ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് ഒക്കെ തന്നെ കോമൺ ആയിട്ട്, അതായത് ഇപ്പൊ കോമൺ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഡാറ്റ ഉണ്ടാവും. പക്ഷെ ചില കേസുകൾ നമ്മൾ ഉള്ള റെക്കോർഡ് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഫോളോ അപ്പും കൃത്യമായ രേഖകളും വെക്കണം. അതുപോലെ ക്യാൻസർ ഡിറ്റക്ഷൻ പ്രോഗ്രാമും, ഓറൽ, ബ്രസ്റ്റ്, സർവൈക്കൽ ക്യാൻസേഴ്സ്, അതിന്റെ സ്ക്രീനിങ്, നമ്മളെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ലിങ്കേജ്, ടു വേ റെഫറൽ ഉദ്ദേശിച്ചത് ബാക്ക് റെഫറൽ ഉണ്ടാവും ചിലപ്പോൾ. ചില കേസുകൾ നമ്മൾ ഇപ്പം ലൈറ്റ് ക്യാൻസേഴ്സ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബാക്ക് റെഫറൽ ആയിരിക്കും, പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് ആയിരിക്കും, അപ്പോൾ ബാക്ക് റെഫറൽ വരും. അതുപോലെ ഫോളോ അപ്പ്, ട്രീറ്റ്മെന്റ് ഓഫ് കോംപ്ലിക്കേഷൻസ് ആൻഡ് കംപ്ലയൻസ്, ഇത് രണ്ടും നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പം ക്യാൻസർ ഐഡന്റിഫിക്കേഷനും, അതായത് ക്യാൻസർ സ്ക്രീനിങ്, പ്രോംപ്റ്റ് റെഫറൽ, ടു വേ റെഫറൽ, അതുപോലെ ഫോളോ അപ്പ്, പിന്നെ ട്രീറ്റ്മെന്റ് കംപ്ലയൻസ് ആൻഡ് കോംപ്ലിക്കേഷൻസ്. കാരണം നമുക്ക് ഇതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് നമുക്ക് എത്രത്തോളം ട്രീറ്റ്മെന്റ് കംപ്ലയൻസ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം കേസുകൾ
വീണ്ടും റെഫർ ചെയ്യേണ്ടി വന്ന്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ പാലിയേറ്റീവ് മാത്രമായിട്ട് തിരിച്ചു വന്നു. ഇത്തരം രേഖകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ അവിടെ സൂക്ഷിച്ചു വെക്കണം. ഇതിലെല്ലാ ചെക്ക് പോയിന്റിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാഫ് ഇന്റർവ്യൂവിന് പുറമെ RR ഉണ്ട്. അപ്പോൾ NCDന്റെ എല്ലാ കേസുകളുടെയും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടാവണം. അവൈലബിലിറ്റി ഓഫ് സർവീസസ് ഫോർ റെസ്പിറേറ്ററി ഡിസീസ്, അതിലും പറയുന്നത് സ്ക്രീനിങ് ഉണ്ട്, ഏർലി ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, ട്രീറ്റ്മെന്റ് കോംപ്ലിക്കേഷൻസ് ആൻഡ് ഫോളോ അപ്പ് ഫോർ ഡയഗ്നോസ്റ്റിക് കേസസ്, റെഫർ ആൻഡ് ഫോളോ അപ്പ്, റീഫിൽ ഡ്രഗ് ഫോർ ഡിസീസസ് സച്ച് എസ് COPD, ആസ്മ. അപ്പം നമ്മളെ ഫീൽഡിൽ നിന്ന് കണ്ടുപിടിക്കുന്ന റെസ്പിറേറ്ററി ഡിസീസസ്, അപ്പം അതിൽ എത്രത്തോളം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അതിൽ എത്രയും റെഫർ ചെയ്തതിൻ്റെ നമ്മൾ എത്ര ഫോളോ അപ്പ് ചെയ്തു, കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ, അതുപോലെ റെഗുലർ മെഡിസിൻസ്, അതായത് COPD, ആസ്മയുടെ റെഗുലർ മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ എപ്പിലെപ്സി, സർവീസസ് ഫോർ എപ്പിലെപ്സി, ഇത്തരം കേസുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീനിങ്, അതുപോലെ ഏർലി ഐഡന്റിഫിക്കേഷൻ, ട്രീറ്റ്മെന്റ് ഓഫ് കോംപ്ലിക്കേഷൻസ് ആൻഡ് ഫോളോ അപ്പ് ഓഫ് ഓൾ ഡയഗ്നോസ്റ്റിക് കേസസ്, റെഫറൽ ഫോളോ അപ്പ് ഓഫ് കോംപ്ലിക്കേഷൻസ് ആൻഡ് റീഫിൽ ഡ്രഗ്സ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും നേരം പറഞ്ഞ സെയിം ചെക്ക് പോയിന്റാ എല്ലാ കേസിനും. ഇത് സിമ്പിൾ ആണ്, കാരണം നമ്മൾ എന്ത് ഡിസീസ് ആയാലും നമ്മൾ അതിന്റെ ഏർലി ഐഡന്റിഫിക്കേഷൻ, ഡയഗ്നോസ്, മാനേജ്മെന്റ്, മാനേജ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രോംപ്റ്റ് റെഫറൽ, പിന്നെ റെഫറൽ ഫോളോ അപ്പ്, പിന്നെ ഫോളോ അപ്പ് ഓഫ് കോംപ്ലിക്കേഷൻസ്, പിന്നെ റീഫിൽ ഡ്രഗ്സ്. ഇതിങ്ങനെ സെയിം തന്നെയാണ് വരുന്നത്. അതുപോലെ അടുത്തതായിട്ട് നമുക്ക് നോക്കാവുന്നത് അവൈലബിലിറ്റി ഓഫ് സർവീസസ് ഫോർ ലോക്കലി പ്രിവലന്റ് ഹെൽത്ത് ഡിസീസസ് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ്. അതിൽ റെക്കോർഡ് റിവ്യൂ ആണ് വരുന്നത്. അപ്പം അതിൻ്റെയും ഏർലി ഐഡന്റിഫിക്കേഷൻ, റെഫറൽ ആൻഡ് ഫോളോ അപ്പ് കെയർ ഫോർ ഡിസീസസ് സച്ച് എസ് ന്യൂമോകോണിയോസിസ്, അതായത് ഈ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് അതുപോലെയുള്ള ആളുകളിൽ വരുന്ന ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് വിഭാഗത്തിൽ വരുന്നതാണ് ഇത്തരം അസുഖങ്ങൾ. ഇപ്പം ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ നമ്മൾ അതുപോലെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതായത് റിസ്ക് ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകൾ, ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്ന അവർക്ക് അത്തരം ആളുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം ഡിസീസസ്. ന്യൂമോകോണിയോസിസ്, ഡെർമറ്റൈറ്റിസ്, ലെഡ് പോയിസണിങ്, ഫ്ലൂറോസിസ്, അതുപോലെ ടുബാക്കോ അബ്യൂസ്, ആൽക്കഹോൾ ആൻഡ് അതേഴ്സ്. ഇത്രയും സബ്സ്റ്റൻസ് അബ്യൂസോ ടുബാക്കോയോ ആൽക്കഹോളോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും കേസുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്തരം കേസുകൾ അവരെ നമ്മൾ അങ്ങോട്ട് റെഫർ ചെയ്തു, അവരെ ഫോളോ അപ്പ് ചെയ്തോ, അതിൽ തന്നെ ഈ ഡി അഡിക്ഷൻ സെന്റേഴ്സിലേക്ക് ഫോളോ അപ്പ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉറപ്പ് വരുത്തണം. അപ്പൊ ഫീൽഡ് ലെവലായിട്ട് ഏറ്റവും പ്രോംപ്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യം ഏർലി ഐഡന്റിഫിക്കേഷനാണ്. ഏർലി ഐഡന്റിഫിക്കേഷൻ നടന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ ഡിസീസസ് കണ്ടുപിടിക്കാനും അതുപോലെ അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത റെഫർ ചെയ്ത് ഫോളോ അപ്പ് ചെയ്യാനും പറ്റുള്ളൂ. അടുത്തതായിട്ട് വരുന്നത് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് സർവീസസ് അണ്ടർ NCD. അപ്പൊ നമുക്ക് ഇവിടെ പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് പോയിന്റ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു, ഇവിടെ ഒരു കൗൺസിലിംഗ് ആസ്പെക്ട് ഉണ്ടാവും എപ്പോഴും, അല്ലെ? നമ്മൾ നേരത്തെ കാണുന്നതെല്ലാം ഡിസീസ് ഉണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും, അതിനെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാണ്. ഇവിടെ പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ആസ്പെക്ട്സ്, HWCന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിവെന്റീവ് പ്രൊമോട്ടീവ് ആസ്പെക്ട്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, കൗൺസിലിംഗ് എന്ന് പറയുന്ന ചെക്ക് പോയിന്റ് വരുന്ന സ്ഥലത്തെല്ലാം ഒരു ക്ലയന്റ് ഇന്റർവ്യൂ ഉണ്ടാവും. നിങ്ങൾക്ക് അത് ചെക്ക് ലിസ്റ്റ് കുറച്ചും കൂടെ ഫെമിലിയർ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് എളുപ്പത്തിലെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ക്ലയന്റ് ഇന്റർവ്യൂ, അപ്പം ഇതിൽ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ടു പ്രൊമോട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആൻഡ് അഡ്രസ് റിസ്ക് ഫാക്ടേഴ്സ്, കൗൺസിലിംഗ് ആൻഡ് IEC ആക്ടിവിറ്റീസ് റിഗാർഡിംഗ് ഹാർംഫുൾ എഫക്ട് ഓഫ് NCDs. അപ്പം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കാരണം വരുന്ന പ്രോബ്ലം, അതൊക്കെ ഓൾറെഡി നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഹെൽത്ത് സെന്റേഴ്സിലും അതുപോലെ തന്നെ NCD ആക്ടിവിറ്റി ഒക്കെ വളരെ സ്ട്രോങ് ആണ്. അതിന്റെ IECs ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പം എത്രത്തോളം നമ്മളിത് ചെയ്തു, അതുപോലെ അത് നമ്മൾ എത്രത്തോളം രേഖപ്പെടുത്തി വെക്കുന്നു എന്നുള്ളതും ഇതിന്റെയൊക്കെ IECകളുടെ ഫോട്ടോ ഒക്കെ നമ്മൾ IEC ഒക്കെ സ്പെസിഫിക് ആയിട്ട് നമ്മളിപ്പം ഓൾറെഡി ഡിസ്കസ് ചെയ്ത NCD ആയിട്ടുള്ള
ബന്ധപ്പെട്ട IECs നമ്മൾ വെക്കണം. ഈ IEC ചോദിക്കുന്ന ഒരു ചെക്ക് പോയിന്റ് ആണിത്. അപ്പം നമ്മളെ കയ്യിൽ കൗൺസിലിംഗ് നടത്തിയതിന്റെ ഡോക്യുമെന്റ് ഉണ്ടാവണം, IECകൾ ഉണ്ടാവണം. അതുപോലെ നമ്മളെ ഇതെല്ലാം അതായത് സ്പെസിഫിക് ആയിട്ട് തന്നെ ഈ മോള് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കേസുകൾ, ക്യാൻസർ ഡിറ്റക്ഷൻ പ്രോഗ്രാം, അതുപോലെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഹാംഫുൾ എഫക്റ്റ് കാണിക്കുന്ന IEC ബോർഡുകളും കൂടെ ഈ ചെക്ക് പോയിന്റിൽ വരുന്നുണ്ട്. അപ്പം പോപ്പുലേഷൻ എന്യൂമറേഷൻ ആൻഡ് എംപാനൽമെന്റ് ഓഫ് കേസസ് റിക്വയറിംഗ് പാലിയേറ്റീവ് കെയർ, പാലിയേറ്റീവ് കെയർ അസസ്മെന്റ്, ഹോം വിസിറ്റ് ഫോർ psychosocial support and basic nursing care, dispense drugs and consumable as per requirement. അപ്പോൾ പാലിയേറ്റീവ് കെയർ സർവീസിന്റെ ഇതാണ് ഈ ചെക്ക് പോയിന്റിൽ പറയുന്ന പോയിന്റ്, പാലിയേറ്റീവ് കെയർ സർവീസിനെ പറ്റി. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് the facility provide services for health promotion activity and wellness. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ HWCയുടെ രണ്ട് കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഏർലി ഐഡന്റിഫിക്കേഷൻ പോലെ തന്നെ പ്രൊമോഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ. അതുപോലെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ആസ്പെക്ട്സ് ആണ് HWCന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്. അപ്പം ഹെൽത്ത് HWC undertake health disease level resources. അല്ലെ, അതിലും ചോദിക്കും, നമ്മൾ അവിടെ ക്ലയൻസിനോട് ചോദിക്കും എത്രത്തോളം നമ്മളത് ഇതിന്റെ രേഖകള് നമ്മൾ അതുമായിട്ട് പോയിന്റിൽ നമ്മൾ വെച്ചു. അതിൽ തന്നെ സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി, അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, പേഷ്യന്റ് സപ്പോർട്ട് ഗ്രൂപ്പ്, ഹെൽത്ത് പ്രൊമോഷൻ ക്യാമ്പയിൻ ആൻഡ് മൾട്ടി സെക്ടറൽ കൺവർജൻസ്. നമുക്കറിയാം വില്ലേജ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റിയിൽ ഇപ്പം ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻ പ്രകാരം പറയുന്നത് ഒരു മിനിമം 15 ആളുള്ള ഒരു കമ്മിറ്റിന്നാണ്. അതായത് വാർഡ് മെമ്പർ, JHI, JPHN, ആശമാര്, അതുപോലെ അവിടെ ലോക്കലി അവൈലബിൾ അതായത് ക്ലബുകൾ ഉണ്ടെങ്കിൽ ക്ലബിന്റെ മെമ്പേഴ്സ്, അംഗൻവാടി, അതുപോലെ ADS, അതുപോലെ മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അവര്, ഇങ്ങനെ ഒരു 15 ആളിൽ കുറയാത്ത ഒരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കണം എന്നാ. അപ്പൊ ഈ ടീമില് അതായത് വുമൻസ് പാർട്ടിസിപ്പേഷൻ ഏകദേശം 50% ഉണ്ടാവണം. അതുപോലെ ഇത്തരം എല്ലാ കാറ്റഗറിയിൽ നിന്നുള്ള ആളുകളെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ഇവരെയൊക്കെ ഒരു പേഷ്യന്റ് സപ്പോർട്ട് ഗ്രൂപ്പായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഇവര് നമ്മള് ഇങ്ങനെ ഒരു വില്ലേജ് ഹെൽത്ത് സാനിറ്റേഷൻ ന്യൂട്രീഷൻ കമ്മിറ്റി അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പ് വഴി ഹെൽത്ത് പ്രൊമോഷൻ ക്യാമ്പയിനിങ് നമ്മൾ നടത്തണം. പ്രൊവിഷൻ ഓഫ് വെൽനസ് സർവീസസ് ത്രൂ യോഗ, അടുത്താണ് യോഗ. ഇപ്പൊ നമ്മൾ പറഞ്ഞ 3 ആസ്പെക്ട്സ് നമ്മളിപ്പം സംസാരിച്ചു. ഒന്ന് ക്യൂറേറ്റീവ് ആണ്, പിന്നെ പ്രിവെന്റീവ് ആണ്. അപ്പം പ്രിവെന്റീവ് ആസ്പെക്ട്സിൽ നമ്മൾ സംസാരിച്ച ഒരു കാര്യമാണ് ഹെൽത്ത് പ്രൊമോഷൻ. സെക്കൻഡ് വൺ ആണ് പ്രൊവിഷൻ ഓഫ് വെൽനസ് സർവീസസ് ത്രൂ യോഗ ആൻഡ് അതർ ആക്ടിവിറ്റീസ്, പീരിയോഡിക് ഷെഡ്യൂളിംഗ് ഓഫ് യോഗ സെഷൻസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോട്ടോസ്, അതായത് നിങ്ങൾ നടത്തുന്ന യോഗ സെഷൻസിന്റെ ഫോട്ടോസ്, അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ നടത്തുന്ന ഇത്തരം സെഷൻസിന്റെ ഒക്കെ ഫോട്ടോസും കൂടെ നമ്മുടെ ഇതിന്റെ കൂടെ നമ്മുടെ ചെക്ക് പോയിന്റിൽ അത് ഉൾപ്പെടുത്തി ചെയ്തു വെച്ചാൽ വളരെ അതായത് വളരെ കൃത്യമായിട്ടായിരിക്കും. കാരണം നമ്മൾ ഓരോ ചെക്ക് പോയിന്റിനും നമ്മൾ കാണിക്കുന്ന എവിഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ സെഷൻസിന്റെ ഒക്കെ ഫോട്ടോസും കൂടെ നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. അത് നമുക്ക് അസസ്മെന്റിന്റെ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് നമുക്കിപ്പോ പ്രൊവിഷൻ ഓഫ് ആയുസ് ഇല്ല, അത് സ്റ്റേറ്റിന്റെ ഇതുപോലെയാണ്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് പ്രൊവിഷൻ ഓഫ് കൗൺസിലിംഗ് സർവീസസ് ഫോർ ഈറ്റ് റൈറ്റ് എന്ന് വെച്ചാല് നമുക്ക് ശരിയായ ഭക്ഷണ രീതിയെ പറ്റി, ഈ കൗൺസിലിംഗ് ഫോർ ഈറ്റ് ഹെൽത്തി ന്യൂട്രീഷൻ ഡ്യൂറിങ് ഫസ്റ്റ് 1000 days ഓഫ് ലൈഫ്.
പിന്നെ ബാലൻസ്ഡ് ഡയറ്റ്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ, അല്ലെ ഫുഡ് ടു അവോയ്ഡ്, എന്തൊക്കെ ഭക്ഷണം നമ്മൾ ഒഴിവാക്കണം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തിയിട്ട് എന്തൊക്കെ ഫുഡ് ഉൾപ്പെടുത്താം, അല്ലെ ഈറ്റ് സേഫ്, അല്ലെ ഹൈജീൻ, സാനിറ്റേഷൻ, ഫുഡ് സേഫ്റ്റി, സേഫ് ഫുഡ് പ്രാക്ടീസസ്, ഫുഡ് അഡൾട്രേഷൻ, ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കൗൺസിലിംഗ്. ഞാൻ പ്രത്യേകം പറയുന്നത്, നമ്മളെ കൗൺസിലിംഗ് പാർട്ടിൽ നിങ്ങൾ ഈ ചെക്ക് പോയിന്റ് ഒക്കെ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തായിട്ട് തന്നെ എഴുതി വെക്കണം. നമ്മൾ ജസ്റ്റ് കൗൺസിലിംഗ് റിഗാർഡിങ് ഹെൽത്തി ഡയറ്റ് ഗിവൺ എന്നതിന് പകരം നിങ്ങൾ ഇതിൻ്റെയൊക്കെ ചെക്ക് പോയിന്റ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പർട്ടിക്കുലർ പോയിന്റുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ റെക്കോർഡ് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളത്. അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഗുണം. അല്ലാതെ ജസ്റ്റ് കൗൺസിലിംഗ് ഡൺ അങ്ങനെ എഴുതി വെക്കരുത്. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇന്റൻഷൻ, അതായത് നിങ്ങൾ അസസ് ചെയ്യാൻ വരുന്ന ആളുകൾ ഒരു ക്രോസ് സെക്ഷൻ ഡേയിൽ നിങ്ങളുടെ കുറെ സമയത്തെ ആക്ടിവിറ്റിയാണ് നിങ്ങൾ അസസ് ചെയ്യുന്നത്. അപ്പം അവർക്ക് നമുക്ക് ഉള്ള എവിഡൻസ് എന്ന് പറഞ്ഞാല് ഒബ്സർവേഷൻ പാർട്ട്, നിങ്ങളുടെ IEC-കള്, മറ്റേത് ഫോട്ടോ എവിഡൻസസ്, അതുപോലെ റെക്കോർഡ്സ്, ഇത്രയൊക്കെയാണ് എവിഡൻസ്. അപ്പം ആ റെക്കോർഡൊക്കെ സ്പെസിഫിക് ആയിരുന്നാൽ മാത്രമേ നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഇന്റൻഷൻ, ആ ചെക്ക് പോയിന്റിൽ ഉദ്ദേശിച്ച കാര്യത്തിന്റെ ഗുണം ആ ക്ലയന്റിന് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതായത് ഏത് അക്രഡിറ്റേഷൻ പ്രോഗ്രാം ആയാലും അത് എൻഡ് റിസൾട്ട് ഔട്ട്കം ബേസ്ഡ് ആണ്. അപ്പൊ ഔട്ട്കം നന്നാവണമെങ്കിൽ നമ്മൾ ഈ ചെക്ക് പോയിന്റിൽ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെ അവരോട് പറയുകയും അതുപോലെ നമ്മൾ അത് ചെയ്തു വെച്ചിട്ടുള്ള എവിഡൻസ് ഉണ്ടാവുകയും വേണം. അപ്പൊ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് സ്റ്റാൻഡേർഡ് A1 ആണ്. അതായത് നമ്മുടെ ഏരിയ ഓഫ് കൺസേൺ എയിലെ സ്റ്റാൻഡേർഡ് A1, അതായത് കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ പ്രാക്ടീസസ് അണ്ടർ HWC. അപ്പം അത് നമ്മളോട് സംസാരിച്ച 3 മാറ്റേഴ്സ് ആണ്. 1 ക്യൂറേറ്റീവ് ആണ്, ചികിത്സാപരം. സെക്കൻഡ് ആയിട്ട് പറഞ്ഞത് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ആസ്പെക്ട്സ്. അതുപോലെ തന്നെ പിന്നെ അടുത്തതായിട്ട് പറഞ്ഞത് യോഗ പ്രാക്ടീസസ്. അപ്പൊ ഇത്രയും ഞാൻ ഇത്രയും നേരം സംസാരിച്ച കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ ഫ്രെയിം വർക്കാണ് എല്ലാം. ഏർലി ഐഡന്റിഫിക്കേഷൻ, നമ്മുടെ ട്രീറ്റ്മെന്റ്, റഫറല്, ഫോളോ അപ്പ് ഓഫ് കോംപ്ലിക്കേഷൻസ്, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ആസ്പെക്ട്സ്, കൗൺസിലിംഗ് സർവീസസ്. അല്ലെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ആദ്യത്തെ എന്ത് ചോദിച്ചാലും അതിൽ റെക്കോർഡ് റിവ്യൂ ഉണ്ടാവും. കൗൺസിലിംഗ് വരുന്ന സമയത്തെല്ലാം ക്ലയന്റ് ഇന്റർവ്യൂ, പേഷ്യന്റ് ഇന്റർവ്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൊമോട്ടീവ് ആൻഡ് പ്രിവെന്റീവ് ആസ്പെക്ട്സ് എല്ലാ ഡിസീസ് പ്രോഗ്രാംസിന്റെയും ലാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ ഇതില് എല്ലാ കാര്യങ്ങളും ഓരോ ചെക്ക് പോയിന്റിലും സ്പെസിഫിക് ആണ്. അപ്പൊ സ്പെസിഫിക് ആയ കാര്യങ്ങളുടെ നമ്മളെ ഐഡന്റിഫിക്കേഷൻ, പ്രൊമോഷൻ എല്ലാം ചെയ്തായിട്ട് നമ്മൾ കൃത്യമായ രേഖ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഓൾറെഡി നിങ്ങൾ ചെയ്യുന്ന വർക്കിനെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരുന്നത് മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ അടുത്തതായിട്ട് സ്റ്റാൻഡേർഡ് A2 എന്ന് പറയുമ്പോൾ അതിലൊരു ഡയഗ്നോസ്റ്റിക് അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ആസ്പെക്ട്സ് ആണ് പറയുന്നത്. ദ ഫെസിലിറ്റി പ്രൊവൈഡ്സ് ഡ്രഗ്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സർവീസസ് ആസ് മാൻഡേറ്റഡ്. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലബോറട്ടറി സർവീസുകളാണ് നമ്മുടെ HWC-യില്. ഇപ്പം പോയിന്റ് ഓഫ് കെയർ ഡയഗ്നോസ്റ്റിക് കിറ്റ്സ്, റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് കിറ്റ്സ് ആണ് ഫുൾ അവൈലബിൾ ആവുന്നത്. HB നോക്കുന്നുണ്ട്, യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ഉണ്ട്, യൂറിൻ ഡിപ്സ്റ്റിക് ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് ഷുഗർ, അത് GRBS-ന്റെ മെഷീൻ ഉണ്ട് നമ്മളെ കയ്യിൽ, മലേറിയ ഡെങ്കുവിന്റെ കാർഡ്, അതുപോലെ സ്പ്യൂട്ടം കളക്ഷന് വേണ്ടിയിട്ടുള്ള TB സ്പ്യൂട്ടം കളക്ഷൻ, അതുപോലെ HIV-ന്റെ റാപ്പിഡ് കാർഡ് ടെസ്റ്റ്, അതുപോലെ വിഷ്വൽ ഇൻസ്പെക്ഷൻ വിത്ത് അസറ്റിക് ആസിഡ്, ടെസ്റ്റ് ഫോർ അയഡിൻ. അപ്പൊ ഇതിലൊക്കെ നമ്മുടെ ഹെൽത്ത് സെന്ററിലെല്ലാം അവൈലബിൾ ആണ്. ഇതിൽ എത്രത്തോളം ഇപ്പോ HWC-യിൽ അവൈലബിൾ ആണ് എന്നുള്ള അറിയില്ല. പക്ഷെ ഇത്രയും ടെസ്റ്റുകളുടെ ഡാറ്റയാണ് അവിടെ നമ്മളോട് ചോദിക്കുന്നത്. അതുപോലെ വാട്ടർ ടെസ്റ്റിംഗ് ഫോർ ഫീക്കൽ കണ്ടാമിനേഷൻ ആൻഡ് ക്ലോറിനേഷൻ, HBsAg ഫോർ ഹെപ്പറ്റൈറ്റിസ് B, ഫൈലേറിയാസിസ്, സിഫിലിസിന്റെ റാപ്പിഡ് ട്രീറ്റ്മെന്റ് കിറ്റ്.
അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അതിന് ഗവൺമെന്റിന്റെ ഒരു ഗൈഡ് ലൈൻ പ്രകാരം നിങ്ങൾക്ക് എത്തിക്കും. അപ്പം ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കണം. ഇനി ഇതിൽ എന്തൊക്കെ കിട്ടാതെ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അത് ഗവൺമെന്റ് ഗൈഡ് ലൈൻ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് കസ്റ്റമറൈസേഷൻ ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ അത് പ്രകാരം ഉള്ള മാറ്റം വച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇടയ്ക്ക് പറഞ്ഞ ഒരു പ്രത്യേക ഇതുണ്ടായിരുന്നു, ലിങ്കേജ് വിത്ത് സെൻട്രൽ ഡയഗ്നോസ്റ്റിക്. അപ്പൊ ഹബ് ആൻഡ് സ്പോക്കോ, അതായത് നമ്മളെ അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് നോട്ട് അവൈലബിളിന് നമ്മൾ കാണിക്കേണ്ട അത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനമായിട്ട് എന്തായാലും നമ്മൾ ലിങ്കേജ് ആയിരിക്കും. നമ്മളെ ഹെൽത്ത് സെന്ററിനുള്ളിലെ തന്നെ ലാബുമായിട്ടായിരിക്കും. ഇനിയല്ലേ അവിടെയും കിട്ടാത്ത സാധനം നമ്മളെ ഹെൽത്ത് സെന്റർ വേറെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു ഡാറ്റ നമ്മുടെ എല്ലാം, പ്രത്യേകിച്ച് എൻക്വാസ് അക്രഡിറ്റേഷൻ കഴിഞ്ഞ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ലിങ്കേജിന്റെ ഒരു പേപ്പർ കാണും. അത് ഞാൻ നേരത്തെ ഒരു പോയിന്റിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലബോറട്ടറി സർവീസിന് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ അവിടെ അവൈലബിൾ അല്ലാത്ത ടെസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു ലിങ്കേജിന്റെ ഡാറ്റ. അതുപോലെ സ്കോപ്പ് ഓഫ് സർവീസസ് നമ്മുടെ കയ്യിൽ, അതായത് നമ്മൾ അവിടെ അവൈലബിൾ ആകുന്ന ടെസ്റ്റുകളുടെ ലിസ്റ്റും നമ്മളെ കയ്യിൽ വേണം. അവൈലബിൾ അല്ലാത്ത ടെസ്റ്റുകൾ നമ്മൾ എങ്ങോട്ടാണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവണം. അതിന്റെ ഒരു ലിങ്കേജിന്റെ ഒരു പേപ്പറും നമ്മൾ സംഘടിപ്പിക്കുക വെക്കാം. അപ്പൊ ഇത്രയായി കഴിഞ്ഞാൽ ഈ ചെക്ക് പോയിന്റ് കഴിയും. പിന്നെ വരുന്നത് A2.2, the facility provides services for drug dispensing including medicine refill. അപ്പം നേരത്തെ ഞാൻ കുറെ പോയിന്റിൽ പറഞ്ഞു, അതായത് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരം ഗവൺമെന്റ് ഗൈഡ് ലൈൻ പ്രകാരം എത്ര മരുന്നുകൾ HWCയിൽ അവൈലബിൾ ആക്കും. അപ്പൊ ആ അവൈലബിൾ ആക്കുന്ന മരുന്നുകൾ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുന്നേ റീഫിൽ ചെയ്യണം. അപ്പം ഈ 2 പോയിന്റും നമ്മളെ HWCയിൽ ഇനി വരാൻ പോകുന്ന അതായത് ഗവൺമെന്റ് ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള മാറ്റത്തിനനുസരിച്ചായിരിക്കും. അപ്പം അതിൽ അവിടെ ഒരു നമുക്കും നമ്മുടെ HWCയിൽ അവൈലബിൾ ആകുന്ന മെഡിസിന്റെ ഒരു എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് ഉണ്ടാവും. അവിടുന്ന് കൊടുക്കാവുന്ന മെഡിസിൻസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതുപോലെ അവിടെ നമുക്ക് എത്രത്തോളം മെഡിസിൻ അവൈലബിൾ ആവും, ആ മെഡിസിൻസ് കഴിഞ്ഞുള്ള മെഡിസിൻസ് എവിടെ കിട്ടും എന്നുള്ള ലിസ്റ്റും കൂടെ നമ്മൾ അവിടെ സർവീസ് നോട്ട് അവൈലബിൾ വെച്ചാൽ മാത്രം മതി. അപ്പൊ ഈ നിങ്ങൾക്ക് A1 A2 സ്റ്റാൻഡേർഡ്സ്, അതായത് ഏരിയ ഓഫ് കൺസേൺ എനകത്ത് 2 സ്റ്റാൻഡേർഡാണ് ഉള്ളത്, A1 A2. ഇതിനെപ്പറ്റി ഏകദേശം മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി എന്തെങ്കിലും കൂടെ സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് എല്ലാം ഞാൻ പറഞ്ഞ കീ വേർഡിൽ തന്നെ നിൽക്കണം. എല്ലാം ഏർലി ഐഡന്റിഫിക്കേഷൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, അല്ലാത്തതിന്റെ പ്രോംപ്റ്റ് റെഫറൽ, ഫോളോ അപ്പ് ഓഫ് കോംപ്ലിക്കേഷൻ, ദെൻ പ്രൊമോട്ടീവ് ആൻഡ് പ്രിവെന്റീവ് ആസ്പെക്ട്സ് ഓഫ് എവരി ഹെൽത്ത് മാറ്റേഴ്സ്, ദെൻ ഇൻക്ലൂഡിങ് യോഗ, ദെൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് മെഡിസിൻസ്. ഇത്രയാണുള്ളൂ നമ്മുടെ HWC A1, അതായത് എയിൽ നമ്മൾ അവൈലബിൾ ആക്കി വെക്കേണ്ട സർവീസസ്.